Yes, I'm G. Vinod's Department of English from Academy of English. Today we are going to learn The Bond That Threatens by Shashi Tharoor. Shashi Tharoor is a leading Indian writer and a notable columnist. He in his writings always dealt with socio-political issues, സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പലപ്പോഴും തൻ്റെ ഉപന്യാസങ്ങളിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നയാളാണ്. The present piece, The Bond That Threatens, is an article published in his regular column in The Hindu. In it, he argues that Indians are overcommitted to their families. Indiakar overcommitted on it to their families. So they lack a civic culture and they are indifferent to the lot of those whom they do not know. അവർക്കറിയാത്തവരുടെ വിധി അതിനോട് അവർ ഇൻഡിഫറൻ്റ് ആണ്. They always take care of dear and near only. ഒരു ശരാശരി ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അവർക്കടുപ്പമുള്ള പ്രിയപ്പെട്ടവരെ മാത്രമാണ് അവർ ടേക്ക് കെയർ ചെയ്യുന്നത്. Perhaps it might be a danger to the environment of our polluted country. ഇതൊരു പക്ഷേ ഏറെ മലീമസമാക്കപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ശശി തരൂർ ഈ ലേഖനത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. You have heard about Shashi Tharoor. He is a celebrated Indian writer who was born in London and educated in India and abroad. He is a novelist, journalist and diplomat with a powerful vision and imagination. The Bond That Threatens is an essay published in his regular column in The Hindu. Tharoor here argues that the Indian commitment to family, കുടുംബത്തോടുള്ള ഇന്ത്യക്കാരൻ്റെ പ്രതിബദ്ധത is a threat to the environment of our polluted country. Tharoor here observes that our society is under the grip of globalization. നമ്മുടെ സമൂഹം ആഗോളീകരണത്തിൻ്റെ പിടിയിലാണ്. But at the same time, the benefits of liberalization are not fully realized. ദ്വാരവൽക്കരണത്തിൻ്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. ഫോർ ദ സിമ്പിൾ റീസൺ, അതിൻ്റെ ലളിതമായിട്ടൊരു കാരണം എന്താണെന്ന് വെച്ചാൽ the family still remains the quintessential Indian social unit. കുടുംബം എന്ന് പറയുന്നത് still remains the quintessential, means essential Indian social unit. കുടുംബം ഒരു അവശ്യം വേണ്ട സാമൂഹിക ഘടകമായി ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. There is a strong bond among the members of a large family. ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ ശക്തമായൊരു ബന്ധം നിലനിൽക്കും. We Indians have not become perfect individuals അല്ലെങ്കിൽ extreme individuals as in the West, and we have not become perfect
സോഷ്യലിസ്റ്റ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ പരിപൂർണമായ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യക്തിവാദ ചിന്തയോ ഒരു സമൂഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള തന്നേക്കാൾ വലുതായ തോന്നിൻ്റെ ഒരു ഭാഗം മാത്രമാണ് താൻ എന്നുള്ള ചിന്തയെ അധികരിക്കുന്ന ഒരു സാമൂഹ്യ ബോധമോ നമ്മളിൽ നിലനിൽക്കുന്നില്ല. Sometimes the notion of family, notion means idea. കുടുംബം എന്ന് പറയുന്ന ഒരു ആശയം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ വലുതാവും to a group or a subcaste or even friends and neighbors in the village. ഇപ്പൊ നമ്മുടെ കുടുംബസങ്കല്പം ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യുന്നെങ്കിൽ വലുതാകുന്നെങ്കിൽ അത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള അയൽപ്പക്കങ്ങളിലുള്ളവർ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ജാതി, ഉപജാതി, ഗ്രാമം അവിടെ തീരുന്നു. നമ്മുടെ സാമൂഹ്യ ബോധം അവിടേക്ക് മാത്രമായി പരിമിതപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ അവസാനിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അവർ കമ്മ്യൂണിറ്റി, സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, നമ്മുടെ സാമൂഹ്യ ബോധം എൻസ് ഇൻ ദ ഫാമിലി യൂണിറ്റ് ആൻഡ് വി ആർ ഓഫൺ ഇൻഡിഫറൻറ്റ് ടു ദ റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൽ ബാക്കി ഉള്ളവരോടൊക്കെയും നമ്മൾ ഇൻഡിഫറൻ്റ് ആണ്. ഇൻ ഇന്ത്യ ദ ഫാമിലി ബോണ്ട് ഈസ് എ ഹിൻഡ്രൻസ് ടു ഡെവലപ്മെന്റ്. ഇന്ത്യയിൽ കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഈസ് എ ഹിൻഡ്രൻസ് ടു ഡെവലപ്മെന്റ്. ഹിൻഡ്രൻസ് മീൻസ് ഒബ്സ്റ്റാക്കിൾ, ഒരു തടസ്സം ആയി നിലനിൽക്കും. ഇപ്പോൾ അവർ കമ്മ്യൂണിറ്റി ഫീലിംഗ് ഈസ് ലിമിറ്റഡ്. നമ്മുടെ സാമൂഹ്യ ബോധം പരിമിതപ്പെടുന്നു ബൈ ടൈസ് ഓഫ് ബ്ലഡ്, കാസ്റ്റ് ഓർ വില്ലേജ്. രക്തബന്ധം, ജാതി, ഉപജാതി, പ്രദേശം അങ്ങനെയുള്ളതിലേക്ക് മാത്രമായി പരിമിതപ്പെടുന്നു. മോസ്റ്റ് ഇന്ത്യൻസ് ആർ അക്യൂട്ട്ലി ഹൈജീൻ കോൺഷ്യസ്, ഇന്റൻസ്ലി ഹൈജീൻ കോൺഷ്യസ്. കൂടുതൽ ഇന്ത്യക്കാരും തീവ്രമായ തരത്തിൽ ശുചിത്വ ബോധമുള്ളവരാണ്. വേർ പേഴ്സണൽ പ്രാക്ടീസസ് ആർ കൺസേൺഡ്. വ്യക്തിപരമായ ശുചിത്വത്തെ സംബന്ധിച്ച് പറയുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വി ക്യാൻ സീ ഹിയർ വി ഫൈൻഡ് ലക്ഷൂറിയസ്ലി ഡെക്കറേറ്റഡ് ബിൽഡിങ്സ് ആൻഡ് ഫ്ലാറ്റ്സ്. ആഡംബരപൂർണ്ണമായിട്ട് അലങ്കരിക്കപ്പെട്ട വലിയ കെട്ടിട അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ, ഫ്ലാറ്റുകളൊക്കെ നമ്മൾ കാണുന്നു. ബട്ട് എന്നാൽ ദേ ഡു നോട്ട് കെയർ അബൌട്ട് ദ കോമൺ ഏരിയാസ് ഓഫ് ദോസ് ബിൽഡിങ്സ്. അത്തരം ബിൽഡിങ്ങുകളുടെ കോമൺ ഏരിയാസ് അവർ ടേക്ക് കെയർ ചെയ്യുന്നേ ഇല്ല. ഇപ്പൊ തരൂരിന്റെ അമ്മ വിളിക്കും, ഡൽഹിയിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിന്റെ സ്റ്റേഴ്സ് സ്വീപ്പ് ചെയ്യാൻ വേണ്ടി ആ സ്വീപ്പർ വുമണിനോട് ആവശ്യപ്പെടും. ടു സ്വീപ്പ് ദ സ്റ്റേഴ്സ് യൂസ്ഡ് ബൈ ഓൾ ദ റെസിഡൻസ്. എല്ലാ റെസിഡൻസും താമസക്കാരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഈ സ്റ്റേഴ്സ് സ്വീപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പക്ഷേ ടു ദ വുമൺ, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ടു ദ സ്വീപ്പർ വുമൺ, ഇറ്റ് ഡിഡ് നോട്ട് അപ്പിയർ ദെയർ റെസ്പോൺസിബിലിറ്റി. അത് അവരുടെ ഉത്തരവാദിത്തമായി തോന്നിയതേയില്ല. ടു ടേക്ക് കെയർ ഓഫ് ദ കോമൺ ഏരിയാസ് ഓഫ് ദ ബിൽഡിംഗ്. ആ ബിൽഡിങ്സിന്റെ കോമൺ ഏരിയാസ് ടേക്ക് കെയർ ചെയ്യേണ്ടത് തരൂരിന്റെ ഫാമിലിയിലുള്ളവരുടെ ഉത്തരവാദിത്തമായിട്ട് ആ സ്വീപ്പർ വുമണ് തോന്നിയതേയില്ല. ആൻഡ് ഷീ ആസ്ക്ഡ്, വൈ ഷുഡ് യു മാഡം, എന്തിനാണ് മാഡം നിങ്ങൾ ഇത് സ്വീപ്പ് ചെയ്യുന്നത് എന്നായിരുന്നു അവർ പ്രതികരിച്ചത്. ദിസ് ലാക്ക് ഓഫ് സിവിക് കൾച്ചർ, ഇത്തരമൊരു പൗരബോധത്തിന്റെ, പൗര സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിന്റെ കുറവ് ഈസ് വിസിബിൾ, ക്യാൻ ബി സീൻ, കാണാൻ കഴിയുന്നുണ്ട് ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഇന്ത്യ. ഇന്ത്യയുടെ ഗ്രാമ നഗരഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരമൊരു സാമൂഹ്യ ബോധത്തിന്റെ കുറവ് കാണാൻ കഴിയുന്നു. അതിന് ഗ്രാമ നഗര വ്യത്യാസങ്ങൾ ഇല്ല. ഇന്ത്യൻസ് വാക്ക് ത്രൂ ഡോർട്ട് ആൻഡ് ഗാർബേജ്. ചപ്പുചവറുകൾക്കും മാലിന്യങ്ങൾക്കും നടുവിലൂടെയാണ് അവർ നടന്നു പോകുന്നത്. ടു അവർ ഹോംസ്, നമ്മുടെ വീടുകളിലേക്ക്. പക്ഷെ വീടുകൾ വിച്ച് ആർ സ്പോട്ട്ലെസ്ലി ക്ലീൻ,
ചപ്പുചവറുകൾക്കും മാലിന്യങ്ങൾക്കും നടുവിലൂടെ നടന്നു ചെന്ന് കയറുന്ന അയാളുടെ സ്വന്തം ഫ്ലാറ്റിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് സ്പോട്ട്ലെസ്ലി ക്ലീനാണ്. പൊട്ടോ പൊടിയോ, അഴുക്കിൻ്റെ പൊട്ടോ പൊടിയോ ഇല്ലാത്ത തരത്തിൽ ക്ലീനാണ്. An acute consciousness of personal hygiene coexists with an astonishing disregard for public sanitation. വ്യക്തിശുചിത്വത്തെ സംബന്ധിക്കുന്ന ഒരു തീവ്രമായ ബോധം എന്തിനൊപ്പം തന്നെ നിലനിൽക്കുന്നു, പൊതുശുചിത്വത്തോടുള്ള ഒരു അസ്റ്റോണിഷിംഗ് ഡിസ്റിഗാർഡ്, സർപ്രൈസിംഗ് ഡിസ്റിഗാർഡ്, അതിശയപൂർണമായ ഒരു അവഗണനയ്ക്കൊപ്പം നിലനിൽക്കുന്നു. ഇപ്പൊ ഇന്ത്യൻ നഗരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സിറ്റീസ് ആർ ദ മോസ്റ്റ് പൊല്യൂട്ടഡ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും മലീമസമാക്കപ്പെട്ട നഗരങ്ങൾ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആൻഡ് പോയിസൺസ് പൊല്യൂട്ട് അവർ റിവേഴ്സ് ആൻഡ് എയർ. ഡെവലപ്മെന്റ് പ്രോജക്ട്സ് എൻഡേഞ്ചർ അവർ എൻവയോൺമെന്റ്. ഓൾ ഡെവലപ്മെന്റ് പ്രോജക്ട്സ്, എല്ലാ വികസന പദ്ധതികളും നമ്മുടെ എൻവയോൺമെന്റിനെ എൻഡേഞ്ചർ ചെയ്യുന്നതാണ്, അപകടപ്പെടുത്തുന്നതാണ്. ഒരു വ്യക്തിപരമായ അനുഭവം കൂടി എസ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം. He refers to a French diplomat who was working in Calcutta. കൽക്കട്ട നഗരത്തിൽ ജോലി ചെയ്തിരുന്നൊരു ഫ്രഞ്ച് ഡിപ്ലോമാറ്റിൻ്റെ, ഫ്രാൻസിൽ നിന്നുള്ളൊരു നയതന്ത്രജ്ഞനായിട്ടുള്ള ഒരു ആളുടെ അനുഭവം പറയുന്നുണ്ട്. ബിഫോർ ഹിസ് ഡിപ്പാർച്ചർ ടു ഫ്രാൻസിലേക്കുള്ള അയാൾ തിരിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് he took a routine medical checkup. And the doctor asked him how many packs of cigarettes he had smoked. എത്ര പാക്കറ്റ് സിഗരറ്റ് നിങ്ങൾ വലിക്കുന്നതാണ് ഡോക്ടർ അയാളോട് ചോദിച്ചത്. പക്ഷേ അയാളെ സമയത്തോളം he never smoked in his life. ജീവിതത്തിൽ ഒരിക്കൽ പോലും സിഗരറ്റ് വലിച്ചിട്ടില്ലാത്ത ആളാണ്. പക്ഷേ ഹിസ് ലങ്സ് റിസംബിൾഡ് ഹാബിച്വൽ സ്മോക്കേഴ്സ്. ഒരു ഹാബിച്വൽ സ്മോക്കറുടെ ലങ്സിനോട് റിസംബ്ലൻസ്, സാദൃശ്യം തോന്നിപ്പിച്ചു അയാളുടെ ലങ്സ്. ഒരുപക്ഷെ ഇത് അയാൾക്ക് നൽകിയത് 3 വർഷത്തെ കൽക്കട്ട നഗരത്തിലെ ജീവിതമാണ്. മറ്റൊരു അനുഭവം, മറ്റൊരു പരാമർശം കൂടി ശശി തരൂർ പറയുന്നു. When the Australian cricket team played in Delhi, the team manager said that the air was so unfit to breathe, so that his players' performance was affected. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൻ്റെ മാനേജർ ഡൽഹിയിൽ അവർ കളിക്കാൻ പറഞ്ഞു, ഡൽഹിയിലെ വായു, ഡൽഹി നഗരത്തിൻ്റെ അന്തരീക്ഷ വായു എന്ന് പറയുന്നത് എത്രത്തോളം അശുദ്ധമാണ്. ദാറ്റ് ഈസ് പ്ലേയേഴ്സ് പെർഫോമൻസ് വാസ് അഫക്റ്റഡ്. നിങ്ങളുടെ കളിക്കാരുടെ ആരോഗ്യത്തെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അൺഫോർച്ചുനേറ്റ്ലി വി സീം ടു എംബ്രേസ് ഡെവലപ്മെന്റ്, വി സീം ടു ആക്സെപ്റ്റ് ഡെവലപ്മെന്റ്. വികസനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുകയോ നമ്മൾ ചെയ്യുന്നു വിത്ത് എ ടോട്ടൽ ഡിസ്റിഗാർഡ് ഫോർ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. ആരോഗ്യത്തോടും ശുചിത്വത്തോടുമുള്ള പൂർണ്ണമായ അവഗണനയോട്. As a result of environmental pollution, respiratory diseases are common in rural and urban India, especially in urban India. ഇന്ത്യയുടെ നഗരഭാഗങ്ങളിൽ വിശേഷം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വളരെ വ്യാപകമായി മാറി. There is no environmental consciousness in us. ഇപ്പം നമ്മളൊരു പാരിസ്ഥിതിക ബോധം ഇല്ല എന്നുള്ളതാണ്. Government regulations to prevent pollution are not enforced. മലിനീകരണത്തെ തടയുന്നതിനുള്ള സർക്കാർ നിയമങ്ങളും ചട്ടങ്ങളും നിർബന്ധിതമായി പാലിക്കപ്പെടുന്നില്ല. When factories come, അപ്പോൾ വ്യവസായശാലകളും മറ്റുമൊക്കെ വരുന്നത്, these factories do not meet pollution control standards. അത്തരത്തിൽ കമ്മപ്പ് ചെയ്യുന്ന ഫാക്ടറീസ് പൊല്യൂഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്, മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങളെ
അനുസരിക്കുന്നുണ്ട്. But such factories will never be closed down. പക്ഷെ ഇത്തരം ഫാക്ടറികളൊന്നും അടയ്ക്കപ്പെടാൻ വേണ്ടി പോകുന്നു. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഈസ് എ ഗ്രേറ്റർ പൊളിറ്റിക്കൽ ഡേഞ്ചർ ദാൻ ലങ് ക്യാൻസർ. ലങ് ക്യാൻസറിനേക്കാൾ വലിയ ഒരു രാഷ്ട്രീയ അപകടമാണ്. ഇൻ ഇന്ത്യ, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഹെൽത്ത് കൺസേൺസ് ഓഫ് ദ പബ്ലിക് ആർ കൺസിഡേർഡ് സെക്കൻഡറി. പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഈസ് കൺസിഡേർഡ് ആസ് സെക്കൻഡറി. Primary importance is not given to public health. And our development is at the expense of the environment. നമ്മുടെ വികസനമെല്ലാം എൻവയോൺമെന്റിന്റെ, പരിസ്ഥിതിയുടെ ചിലവിലാണ്. ശശി തരൂർ ഈ essay conclude ചെയ്യുന്നു. ശശി തരൂർ concludes his essay by saying that most Indians would opt, കൂടുതൽ ഇന്ത്യക്കാരും ഓപ്റ്റ് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത് പേഴ്സണൽ അച്ചീവ്മെന്റ്സ് ആൻഡ് വെൽബീയിങ്. മെറ്റീരിയൽ അച്ചീവ്മെന്റ്സ് ഓർ വെൽബീയിങ്, ഭൗതികമായ നേട്ടങ്ങളോ ക്ഷേമമോ മാത്രമൊക്കെയാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ടോട്ടലി ഇൻഡിഫറൻറ്റ്, അവർ തീർത്തും ഇൻഡിഫറൻ്റ് ആണ് ടു പബ്ലിക് സാനിറ്റേഷൻ ഓർ ഹൈജീനിക് സറൗണ്ടിങ്സ്. പൊതുശുചിത്വത്തോടും ശുചിത്വപൂർണമായ ചുറ്റുപാടുകളോടുമൊക്കെ അവർ ടോട്ടലി ഇൻഡിഫറൻ്റ് ആണ്. People would want to enjoy luxuries even at the cost of environment. പരിസ്ഥിതിയുടെ ചെലവിൽ ആഡംബരങ്ങളെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്, കൂടുതൽ താല്പര്യപ്പെടുന്നവരാണ് ശരാശരി ഭാരതീയർ. ഒരു വിഷമയമായ ഒരു അന്തരീക്ഷത്തിൽ പീപ്പിൾ ആർ ഫൈറ്റിംഗ് ഇൻ എ പോയിസണസ് അറ്റ്മോസ്ഫിയർ. അത്യന്തം വിഷമയമായ ഒരു അന്തരീക്ഷത്തിലാണ് ആൾക്കാർ പോരാടുന്നത്. ആസ് ദേ വാക്ക് ടു ദ ബാങ്ക്. അറ്റ് ദ സെയിം ടൈം, അതേസമയം തന്നെ ദേ ആർ വാക്കിംഗ് ടു ദി ബാങ്ക്, പ്ലേസ് ഓഫ് പ്രോസ്പെരിറ്റി. അഭിവൃദ്ധിയുടെ ഇരിപ്പിടങ്ങളായ സകല ഇടങ്ങളിലേക്കും അവർ നടന്നുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ we Indians want to be prosperous in the midst of pollution. മലിനീകരണത്തിന് നടുവിലും we want to be prosperous. മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയുടെ, ഭൗതികമായ സമൃദ്ധിയുടെ അന്തിമ ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ഓരോ ശരാശരി ഭാരതീയൻ. അങ്ങനെയാണ് ശശി തരൂർ ഈ essay conclude ചെയ്യുന്നത്. Got it? Yes.